മെമ്മറി കാർഡ് സഹിതം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് സംഭവം നടന്ന് 3 ദിവസം, 3-ാം ദിവസം മാത്രമാണ് പോലീസ് ഈ DVRൽ നിന്നും മെമ്മറി കാർഡ് എടുക്കുന്നതിന് വേണ്ടി അവിടെ എത്തുന്നത്. പോലീസിന് നല്ലതുപോലെ അറിയാം ഇത്രയും വിവാദമായ ഒരു സംഭവം ഉണ്ടായാൽ നഷ്ടപ്പെടാവുന്ന തെളിവുകൾ ഏതൊക്കെ എന്നുള്ളത്. പക്ഷേ അവിടെ മനഃപൂർവമായ ഒരു കാലതാമസം വന്നു. അതിൽ ആരുടെയൊക്കെ ആസൂത്രിതമായ ഒരു നീക്കം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മെമ്മറി കാർഡ് അതിൽ നിന്നും നഷ്ടമായിരിക്കുന്നു. പ്രത്യേകിച്ച് അതിൽ സെർച്ച് നടത്തിയ CI പറയുന്നുണ്ട്, കേടല്ല, മെമ്മറി കാർഡ് കേടല്ല, അല്ലെങ്കിൽ ആ സംവിധാനം കേടല്ല, പകരം മെമ്മറി കാർഡ് അതിൽ നിന്നും നഷ്ടമായിരിക്കുകയാണ്, അതായത് ഇളക്കി മാറ്റിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ തികച്ചും ആസൂത്രിതമായൊരു നീക്കം ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സത്യത്തിൽ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകരത അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മേയറും MLAയും ഒരു ചെറുപ്പക്കാരനെ ഏതൊക്കെ രീതിയിലാണ് ദ്രോഹിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ സംഭവവികാസങ്ങളടക്കം നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഇവർ അതിനെ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഓരോരോ ഇവരുടെ പൊള്ളത്തരങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 5 വാദങ്ങളാണ് പ്രധാനമായിട്ട് ഇവർ ഉന്നയിച്ചത്. ഈ 5 വാദങ്ങളും ഇവരെ പൊളിഞ്ഞിരിക്കുന്നു. ആദ്യം പറഞ്ഞു മദ്യപാനിയാണ്, രണ്ടാമത് പിന്നീട് മെഡിക്കൽ പരിശോധനയിൽ മദ്യപാനിയല്ല എന്നുള്ള കാര്യം തെളിഞ്ഞു. രണ്ടാമത് റോഡിന് കുറെ വാഹനം ഇവരുടെ KSRTC കുറുകെ വാഹനം നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. വീണ്ടും അത് CCTV ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലായി. മൂന്നാമത് പ്രധാനമായിട്ടും ഇവർ പറഞ്ഞൊരു കാര്യം ഈ ആംഗ്യം കാണിച്ചു. ഇദ്ദേഹം ജയരാജടക്കം പറഞ്ഞ മുദ്രയാണല്ലോ. ഈ മുദ്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ ഈ നമ്മുടെ ഡ്രൈവറും ഈ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള സംഭാഷണകത്ത് ഒരു തരത്തിലുള്ള ഒരു പരാമർശം പോലും മുദ്രയുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ സാമാന്യ മുദ്ര കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരം ആംഗ്യ വിക്ഷേപം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോൺ സംഭാഷണകത്ത് പറയണതല്ലേ, പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിന്റെ 4-മത്തെ ഒരു കാര്യം, ഇവര് ഈ MLAയും മേയറേയും കണ്ടിട്ട് സ്വാഭാവികമായിട്ട് നമസ്കരിച്ച് താഴോട്ട് ഇറങ്ങി വന്നില്ല. അങ്ങനെ ഇറങ്ങി വരാൻ KSRTC സംഭാഷണത്തിലുണ്ട്. സാർ ഞാനൊന്ന് പറയട്ടെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് KSRTC ഡ്രൈവർക്ക് പുറത്തിറങ്ങാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് KSRTCയുടെ ഡ്രൈവർമാരുടെ റൂൾസിനകത്തുണ്ട്. പിന്നെ ഇവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, MLA ബസ്സിനകത്തേക്ക് കയറിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അതിനകത്തേക്ക് കയറി 15ഓളം ആളുകളെ ഇറക്കി വിട്ടിട്ട് അവരുടെ യാത്രാ സ്വാതന്ത്ര്യത്തെ പോലും എന്ത് ചെയ്യുന്നു, തടയുന്നു. സ്വാഭാവികമായിട്ട് MLAയുടെ ധാർഷ്ട്യം, മേയറുടെ ധാർഷ്ട്യം, പാർട്ടിയുടെ ധാർഷ്ട്യം, അത് കഴിഞ്ഞ് ഇന്ന് പത്രക്കാരുടെ മുമ്പിൽ റഹീം എന്ന് പറയുന്ന DYFI നേതാവിന്റെ ധാർഷ്ട്യവും നമ്മൾ കണ്ടു. ഇവരിങ്ങനെ പത്രക്കാരെ, മാധ്യമപ്രവർത്തകരൊക്കെ നിഷ്പക്ഷ നിലപാടുമായിട്ട് കേരളത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത്, സത്യത്തിന്റെയും നീതിയുടെയും കൂടെ നിൽക്കണം എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി എല്ലാ ചാനലുകളും, കേരളത്തിലെ മാധ്യമപ്രവർത്തകരൊക്കെ സത്യസന്ധമായിട്ട് ഈ ഒരു നിലപാടിന്റെ കൂടെ നിന്നപ്പോൾ ഇന്ന് മാധ്യമ വിചാരണ ഭാഗമായിക്കൊണ്ട് എല്ലാവരെയും പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ റഹീമിന്റെ പത്രസമ്മേളനം നമ്മൾ കണ്ടു. പക്ഷെ പത്രസമ്മേളനത്തിൽ ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ കണ്ടം വഴി ഓടുന്ന റഹീമിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ ആ തുടക്കത്തിലുള്ള ഗർവും അഹങ്കാരവും ഒക്കെ അവസാനിപ്പിച്ച് സത്യസന്ധമായ എന്താണെന്ന് ഇന്നത്തെ റഹീമിന്റെ പത്രസമ്മേളനത്തോട് കൂടി കുറച്ചുകൂടി വ്യക്തമായി നമുക്ക്. കാരണം നമുക്കറിയാം, ഒരു 725 രൂപയ്ക്ക് ഡെയിലി വേജ് ജോലി ചെയ്യുന്ന ഒരു 16 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ MLA ആണ്, അല്ലെങ്കിൽ MP ആണ്, അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയറാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള അഹങ്കാരത്തോടു കൂടി ആ ചെറുപ്പക്കാരനെ ഏതൊക്കെ രീതിയിലാണ് ഇവർ അവഹേളിക്കാൻ ശ്രമിച്ചത് നമ്മൾ മനസ്സിലാക്കണം. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അധികാര ദുഷ്പ്രഭുത്വം ഏതൊക്കെ രീതിയിലാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കൈകളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഈ പൊതുസമൂഹത്തിന് എങ്ങനെയൊക്കെയാണ് ഭീഷണിയാവുക എന്നുള്ളതിന് ഉദാത്തമായിട്ടുള്ള ഉദാഹരണമാണ് ഈ മേയറുടെയും ഈ MLAയുടെയും ഒക്കെ ഇടപെടലുകൾ. കാരണം ഇവർക്കൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ആ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞത് ഇവരൊക്കെ വന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് SFI പോലെയുള്ള പ്രസ്ഥാനങ്ങളിലാണ്. അവിടെ നിരപരാധികളായിട്ടുള്ള ചെറുപ്പക്കാരെ കൂട്ടിലിട്ടിടിക്കുകയും അവരുടെ രക്തവും ചോരയും നീരും ഉയർപ്പും ഒക്കെ ആ കലാലയങ്ങളിലൊക്കെ വീഴ്ത്തിക്കൊണ്ടാണ് ഇവരുടെ ആര്യയുടെ ആയിക്കോട്ടെ ഈ സച്ചിൻ ദേവിന്റെ ഒക്കെ വരവുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരുടെ ഉള്ളിൽ ആ പഴയ SFIക്കാരുടെ പ്രേതം ഒരു സുപ്രഭാതത്തിൽ പുറത്തിറങ്ങുകയും ആ സമയത്ത് തന്നെ ഒരു പക്ഷേ ഈ ചെറുപ്പക്കാരൻ ഭാഗ്യം കൊണ്ടാണ് ചെറുപ്പക്കാരെ ഇവരെ കയ്യേറ്റം ചെയ്യാത്തത്. കാരണം ഈ പബ്ലിക് ഒക്കെ ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ നമുക്കറിയാം, ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ KSRTC അവിടെ യാത്ര ചെയ്ത 15ഓളം പേരുന്ന യാത്രക്കാരിൽ നിന്ന് മൊഴിയെടുത്ത് സംസാരിച്ച സമയത്ത് അവരൊക്കെ ഈ MLAയ്ക്കും അതുപോലെ തന്നെ ഈ മേയർക്കും എതിരായിക്കൊണ്ടുള്ള സംസാരമാണ് കാണാൻ സാധിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നത്തിന്റെ നിജസ്ഥിതി കേരളത്തിൽ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രതിരോധം, അതായത് നുണപ്രചരണ പ്രതിരോധം, ഇപ്പോൾ ഈ ഇടത് നിരീക്ഷകനൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു ഫെമിനിസം, അല്ലെങ്കിൽ പറയാം ഒരു സ്ത്രീയല്ലേ,
അല്ലെങ്കിൽ ഒരു അമ്മയല്ലേ, ഒരു ഫാമിലിയാണ്, ഞങ്ങളുടെ ഫാമിലിക്ക് വരുന്ന മറ്റൊരു ഫാമിലിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സോഫ്റ്റ് കോർണർ കേരളത്തിന്റെ ഒരു പൊതു മനസ്സിനെ ബോധപൂർവം ഞങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.